പൊന്നേട്ടായി നമുക്ക് എന്തിനും ഒരു വിശ്വാസമുള്ളത് നല്ലതാണ്. അത് ചേച്ചി ചേട്ടാ കൈ നോക്കി ലക്ഷണം പറയാ ചേട്ടാ. ചേച്ചി സത്യം മാത്രമേ പറയൂ, കള്ളത്തരം പറയില്ല. ഒരു തട്ടിപ്പാണ്. എന്ത് വേണേ പറയും. എന്താണ് ഭാവി ഭൂതത്തിന് മാത്രം നിങ്ങളുടെ പരിപാടി ചേച്ചി ഇങ്ങോട്ട് നോക്കൂ ചേച്ചി. ചേച്ചി നിങ്ങളുടെ മുഖം ഐശ്വര്യമായിരിക്ക്. കടവുൾ കുടികൊണ്ട മുഖം உங்களுக்கு பெரிய ഭാഗ്യം வரப்போகுது. സാർ കൈ നോക്കി ഞാൻ എല്ലാം പറയാം. അതെ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളുടെ പൊക്കോട്ടെ. ചേച്ചി ഞാൻ എല്ലാം പറയാം, കൈ നോക്കി എല്ലാം പറയാം. എന്താ കളിക്കുന്നത് വേണ്ടടി ഐശ്വര്യമുള്ള മുഖമാണ്. ഐശ്വര്യമുള്ള മുഖം തന്നെ, അത് പാട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകണം. சேட்டா நான் ஒரு ரகசியம் പറയട്ടെ. உங்களையே நினைச்சு ஒரு பொண்ணு வாழ்ந்துட்டு இருக்குது. பொண்ணா? ஆமா, ராத்திரியும் பகலும் உங்களையே நினைச்சு ஒரு பொண்ணு இருக்குது. அதுதான் ഈ பொண்ணு. என்ன சேட்டா உங்க பொண்டாட்டி எல்லாம் வேற ஒரு பொண்ணு உங்களை நினைச்சிட்டு இருக்குது. എടാ താനൊക്കെ ഈ നാട്ടുകാരെ കുടുംബങ്ങളൊക്കെ മാറ്റിരിക്കുകയാണോ ഈ മാതിരി വൃത്തിയോടും പറഞ്ഞിട്ട്? വല തൊഴിലെടുത്ത് ജീവിക്കണോ? ശീതളം എത്ര നേരം അവിടെ വായിട്ട് അലച്ച പിന്നെ എന്തിനാണ്? അല്ല ചേച്ചി പറഞ്ഞാൽ உங்க புருஷனை பார்த்து ஒரு பொண்ணு நினைச்சிட்டு இருக்குது. ஆரா தெரியுமாமா? இந்த பொண்ணு தனியா வந்திருந்தா காசு கிடைச்சிருக்கு. அந்த ஆள் ஒரு முரடை. ശരി എന്നാ ഹലോ ഹലോ സാറേ സാറേ ഭാവി ഭൂതം വർത്തമാനം സാറിന് ഏതാ പണ്ട് ഇരിക്ക്. അല്ല ഇവിടെ വേറൊരാളുണ്ടായിരുന്നില്ലേ? ആ സുഗതനല്ലേ? പേരെന്താ അറിയില്ല എനിക്ക്. എന്റെ സാറേ വെറും തട്ടിപ്പാണ്, പറയുന്ന എല്ലാ കള്ളത്തരം. ഇപ്പൊ തങ്ങ അപ്പുറത്തൊരു കവലിരിക്കുന്നു, ഒരാളും പോവില്ല. ഈ സാറിന് ഏതാ പണ്ട്? ഭാവിക്ക് ഭൂതത്തിന് 50 റുപ്യ, വർത്താനത്തിന് 15 റുപ്യ, 115 റുപ്യക്ക് ടോട്ടൽ കംപ്ലീറ്റ് കാര്യമായി. സാറേ ഇരിക്ക് സാറേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. ഭാവി ഭൂതം വർത്തമാനം സാറിന് ഏതാ പണ്ട്? നമ്മൾ സത്യം പറയുന്നത് നിങ്ങളത് കേൾക്കുന്നത്, തട്ടിപ്പില്ലല്ലോ. അതെ ശരി. ഐശ്വര്യന്റെ കൈ നീട്ടി പതുക്കെ പറയണ നിങ്ങൾ. പതുക്കെ അല്ല ആൾക്കാർ കേൾക്കണ്ട പറയും. കേട്ടോട്ടെ, നമ്മൾ തട്ടി പറയുന്നില്ലല്ലോ. ശനിയുടെ അപഹാരകാലത്ത് വ്യാഴത്തിന്റെ വരവ് കണ്ടക ശനി കൊണ്ടേ പോകും. കൊണ്ടുപോയി. ശനിയൊക്കെ പോയി. ശനി ഇപ്പൊ എവിടേക്ക് പോയി? ശനി എടുത്ത് പോയി. തീജ്വാലയിലൂടെ കടന്നു വന്നാണ്. പോരാട്ടം കൂടെ വീര്യമുണ്ട് ഇല്ലേ? അങ്ങനെയൊക്കെ പറയും. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നോ? ഞാനോ?
സ്വാതന്ത്ര്യ സമരം ഏത് സമരവും സ്വാതന്ത്ര്യമാണ്. പഴയ സ്വാതന്ത്ര്യമല്ല, 48 അങ്ങോട്ടില്ല. വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നത്. എന്തുണ്ട് പറഞ്ഞോ? അതിനകത്ത് ഈ ഒരു സ്ത്രീയുടെ ആയിട്ട് എന്തോ ഒരു ബന്ധം എന്തെങ്കിലും പറയുന്നുണ്ടോ? സ്ത്രീ വിഷയമല്ല, എന്റെ ഭാര്യ അല്ലാതെ വേറെ ഒരു സ്ത്രീ എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞു. ഇടപെട്ടോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. നോക്കാം, അത് നോക്കാനാണല്ലോ ഞാനിടാം. നോക്ക്. ഒന്നുമില്ല. ഇല്ലേ? അങ്ങനെ ഒരു സംഭവേ ഇതിൽ കാണിക്കുന്നില്ല. അതായത് സ്വന്തം ഭാര്യ പോലും ഓർക്കാറില്ല, എന്നിട്ട് വേണ്ട വേറൊരു പെണ്ണ്. അല്ല, അപ്പൊ മറ്റാൾ അങ്ങനെ പറഞ്ഞു എന്റെ അടുത്തേ. ഞാൻ പറയുന്നല്ലേ സത്യം, സത്യം മാത്രമേ ബോധിക്കൂ. എന്നാ പിന്നെ ശരി. അല്ല, നല്ല മനസ്സിന്റെ ഉടമയാണ്. അതൊക്കെ ശരി തന്നെയാണ്, നല്ല മനസ്സിന്റെ കുടം തന്നെയാണ്. അപ്പൊ എത്രയാണ് ഇതിന് ഇപ്പൊ നോക്കിയാൽ? എത്ര? 100 രൂപ. 100. പിടിച്ചോളി. ഇല്ല, ഞാനേ ഒരു 100 രൂപയുടെ ചേഞ്ച് വാങ്ങിക്കാൻ വേണ്ടിട്ട് പുള്ളിയുടെ അടുത്ത് 50 രൂപ അല്ലേ? അതിന്റെ ഉള്ളൂ, അതിനല്ലേ പറഞ്ഞിട്ടുള്ളൂ. 100 കുറച്ചുകൂടെ പറയാനുണ്ട്. വേണ്ട, മറ്റേ ആളിപ്പോ അവിടെ ഉണ്ട്. ഓന്റെ കാര്യല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലാതെ അവിടെ ഉണ്ട്. ഇവിടെ അടുത്തൊരു കവരിയാണ്. പക്ഷേ ഇതാ വെറും തട്ടിപ്പാണ്. കള്ളത്തരം മാത്രമേ പറയൂ. കുഴപ്പമില്ല. ഇന്ന് ശരി കേട്ടോ. അപ്പൊ അങ്ങനെ അതെ, ഇനി അങ്ങോട്ടൊന്ന് പോയേക്കണ്ടേ? ഉറക്ക കളിഞ്ഞു. 50 റുപ്യക്ക് വർത്താനം പറഞ്ഞു കൊടുത്തു. വരട്ട് ആരെങ്കിലും. കുറച്ച് പൊക്കി കെട്ട് കെട്ടല്ല, കുറച്ച് പൊക്കി കെട്ട് കാട്ടുക. എടോ കുറച്ച് താത്തണോ, കുറച്ച് പൊക്കടോ. ഇത് നിങ്ങൾ ഓരോന്ന് പറയലാന്നേ. എന്നോടല്ലേ ഈ പറഞ്ഞ കറക്റ്റായിട്ട് കെട്ടാനായിട്ട്. എന്നോട് കെട്ടാനാ? മര്യാദക്ക് കെട്ടടോ. ഇത് ഇങ്ങനെ താത്താനല്ല. ഈ അജണ്ട ഒന്ന് എഴുതട്ടെ, ഒന്ന് സമാധാനം എന്താ? കെട്ടാൻ പറയുമ്പോ അവിടെ കെട്ടാൻ പറയും. ഞാൻ അവിടെ കെട്ടാ സുമേഷ് ഏട്ടൻ കയറി പിടിക്കും. ആരെ കയറി പിടിക്കാൻ? ആരെ? നിങ്ങളെ കയറി പിടിച്ചങ്ങോട്ട് വലിച്ച് രാഘവട്ടെ ഇവിടെ കെട്ടിക്കേ. ഇനി അങ്ങനെ മെല്ലെ കെട്ടിക്കേ, ബേളം വെക്കണ്ട. ഒരെണ്ണം 3 കെട്ടി, ഒരെണ്ണം 2 കെട്ടി. ഇതുവരെ ഒരു ബാനർ കെട്ടാ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതേ ഒരു മുണ്ട് വിരിച്ചിടാൻ വേണ്ടി പറഞ്ഞാണ്. തുണി വിരിച്ചിടാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നൂടെ? ഒരു തുണി നിങ്ങൾക്ക് എടുത്തോളൂ. എല്ലാം ഞാൻ തന്നെ. അതെ, ഒന്ന് നിർത്തിക്കേ. ഇന്നത്തെ പൊതുയോഗം തുണിയില്ലാതെ നമ്മൾ നടത്തും. മേശയിൽ വിരിയില്ലാതെ നടത്തും. ആ കസേര കസേര ഞാൻ എടുത്തോളാം, എന്റെ ജോലിയാണ്. തുടരരുത്. മറിമായം